മോഹൻലാൽ സിനിമകൾ പലപ്പോഴും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ്. അതിങ്ങനെ ഇരുന്നിരുന്ന് പിൽക്കാലത്ത് ഏറ്റവും വലിയ ചർച്ചയാകുന്ന സിനിമകളായി മാറാറുണ്ട്. മോഹൻലാലിന്റെ പഴയ സിനിമകളായ തൂവാനത്തുമ്പികൾ, പത്മരാജൻ ഒരുക്കിയ മറ്റ് പല മോഹൻലാൽ സിനിമകളും ഇപ്പോൾ ഏറ്റവും വലിയ പ്രേക്ഷകർക്കിടയിലെ ചർച്ചാ വിഷയമായി മാറുന്ന സിനിമകളാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ പല സിനിമകളുമുണ്ട്. പ്രഗത്ഭരല്ലാത്ത സംവിധായകർ ഒരുക്കിയതും അതുപോലെ മോഹൻലാൽ ഗംഭീര പ്രകടനങ്ങൾ നടത്തിയതുമായ ചിത്രങ്ങൾ പിൽക്കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങൾ. അതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ സിനിമകൾ വരുന്നത്. വലിയ രീതിയിൽ ഹിറ്റാകുകയും പിന്നീട് ഒരു തലമുറ അതിനെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യത. അങ്ങനെ നോക്കിയാൽ ദൃശ്യം പോലുള്ള സിനിമകൾ പിന്നീട് ഒരിക്കൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഈ 3 പാർട്ടിനെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴിതാ 3-ാം പാർട്ടിൽ എത്തി നിൽക്കുകയാണ് ദൃശ്യം എന്ന ഫ്രാഞ്ചൈസി. ഇത്തവണ എന്തായിരിക്കും ജോർജ് കുട്ടി എന്ന നായകനും കുടുംബത്തിനും സംഭവിക്കുക? ജോർജ് കുട്ടി ചിലപ്പോൾ ചതിക്കപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള സൂചനകളാണ് സാക്ഷാൽ ജിത്തു ജോസഫ് വരെ നൽകുന്നത്. പുതിയ രീതിയിലേക്കുള്ള ചിന്തകളാണ് ജിത്തു ജോസഫിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല രീതിയിലുള്ള ചിന്തകൾ പ്രേക്ഷകർക്കിടയിൽ വന്നു കാണുമല്ലോ. എന്നാൽ ജിത്തു ജോസഫ് പ്രേക്ഷകർ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൃശ്യം 2 എന്നത് ഒരു ഉദാഹരണം മാത്രമായി നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ 3-ൽ എത്തുമ്പോൾ എന്തായിരിക്കും ജിത്തു ജോസഫ് ചിന്തിക്കുക എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമ ഇപ്പോഴിതാ 3-ാം ഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി ജോർജ് കുട്ടിക്കും കുടുംബത്തിനും സംഭവിക്കാൻ പോകുന്നത് അറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് മലയാളികൾ. അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജിത്തു ജോസഫും എത്തിയിരുന്നു. കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമെന്ന് ജിത്തു പറയുകയാണ്. ഇപ്പോൾ 3-ാം ഭാഗം വരുമ്പോൾ മൂത്ത മകളും ഇളയ മകളും തമ്മിൽ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകാം. കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണ്? കാഴ്ചപ്പാടുകൾ മാറുന്നു, പ്രത്യേകിച്ച് മക്കളിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് 3-ാം ഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ആളല്ല ജോർജ് കുട്ടി. നാളെ ചിലപ്പോൾ പുള്ളിക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, മാറും. പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതികൾ മാറാം, അതും സംഭവിക്കാം. അതുകൊണ്ട് ജോർജ് കുട്ടിക്കുണ്ടാകുന്ന മാറ്റം ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട്. ചിലപ്പോൾ 2-ലുണ്ടായ ആ വലിയ സസ്പെൻസോ സർപ്രൈസോ ചിലപ്പോൾ 3-ാം ഭാഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടി ചതിയിൽ പെട്ടുപോകുമോ അതോ ഇളയമകൾ ഉറ്റുമോ എന്ന ചിന്തകളൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്ന സൂചന തന്നെയാണ് ജിത്തു ജോസഫ് നൽകുന്നതും. ദൃശ്യം 3-ൽ ഇങ്ങനെ ചില സംഭവങ്ങൾ വന്നേക്കാമെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇനിയൊരു തലമുറ വരുമ്പോൾ ദൃശ്യത്തിന്റെ ഇതുപോലുള്ള സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. കാരണം ഇപ്പോഴും മോഹൻലാലിന്റെ പഴയ സിനിമകൾ ചർച്ചയാകുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഫഹദ് ഫാസിൽ പോലും ആ കാര്യം എടുത്തു പറഞ്ഞു. ഫഹദ് ഫാസിലിന്റെ പ്രിയപ്പെട്ട 5 സിനിമകളുടെ ലിസ്റ്റ് അദ്ദേഹം പുറത്തുവിട്ടപ്പോഴാണ് ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതും. ദി ഹോളിവുഡ് റിപ്പോർട്ടേഴ്സ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഫഹദ് തന്റെ പ്രിയപ്പെട്ട സിനിമകളെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത്. അമിതാഭ് ബച്ചൻ ചിത്രം മിലി, രജനികാന്ത് നായകനായി എത്തിയ ജോണി, മോഹൻലാൽ പത്മരാജൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ സീസൺ, മോണിക്ക ബെലൂച്ചി ചിത്രം മലീന, ഇൽ പോസ്റ്റിനോ എന്നിവയാണ് ഫഹദ് റെക്കമെൻഡ് ചെയ്യുന്ന സിനിമകൾ. 1975-ൽ പുറത്തിറങ്ങിയ മിലി സംവിധാനം ചെയ്തത് ഋഷികേശ് മുഖർജി ആയിരുന്നു. അമിതാഭ് ബച്ചൻ, ജയ ബച്ചൻ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ഒരു റൊമാന്റിക് ഡ്രാമ ജോണറിൽ ഒരുങ്ങിയ സിനിമയിലെ പ്രകടനങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. 1980-ൽ പുറത്തിറങ്ങിയ രജനികാന്തിന്റെ ജോണി ഒരു ക്രൈം ആക്ഷൻ ത്രില്ലറായിട്ടായിരുന്നു ഒരുങ്ങിയത്. ശ്രീദേവി, ദീപ, ബാലാജി തുടങ്ങിയ നിരവധി താരങ്ങൾ സിനിമയിൽ അണിനിരന്നിരുന്നു. മഹേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ വലിയ വിജയം നേടിയിരുന്നു. 1989-ൽ പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സീസൺ മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജീവൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗാവിൻ പക്കാർട്ട്, മണിൻപിള്ള രാജു, അശോകൻ, ജഗതി ശ്രീകുമാർ എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. 2000-ൽ ഗ്യൂസെപ്പെ ടൊർണാറ്റോർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് മലീന. ചിത്രത്തിൽ മോണിക്ക ബെലൂച്ചി അവതരിപ്പിച്ച കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 1994-ൽ പുറത്തിറങ്ങിയ സ്പാനിഷ് സിനിമയാണ് ഇൽ പോസ്റ്റിനോ. മാസിയോ ട്രോയ്സി, ഫിലിപ്പ് നോയിററ്റ്, മാരിയ ഗ്രാസിയ, കുസിനോട്ട എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. എന്തായാലും ഫഹദ് പറഞ്ഞ ലിസ്റ്റിലെ സിനിമകളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. ഇപ്പോൾ മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഇവരും പറയുന്നുണ്ട്.